ഹായ്, എല്ലാവർക്കും നമസ്കാരം. കീമോ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഹീമോഗ്ലോബിൻ കുറയുക എന്നുള്ളത്. CBC ചെക്ക് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്, WBC കൗണ്ട് ഇതൊക്കെ എനിക്ക് ലോ ആയിരുന്നു. അതിൽ തന്നെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം 6 പോയിൻറ്റ് സംതിങ് 7 പോയിൻറ്റ് സംതിങ് ആ റേഞ്ചിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. പലതവണ ബ്ലഡ് കയറ്റി, എന്നിട്ടും അതിന് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ പലരും പല ഫുഡും ജ്യൂസൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്തു. അതും എനിക്ക് അത്ര ഹെൽപ്ഫുള്ളായില്ല. ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ മധുരമുള്ള ജ്യൂസൊക്കെ അങ്ങ് യൂസ് ചെയ്യുക എന്ന് പറയുന്നതും അത്ര പോസിബിളായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു ജ്യൂസിൻ്റെ കോമ്പിനേഷൻ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഇപ്പോൾ ഈ 3 മാസങ്ങൾക്കിപ്പുറം ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ റേഞ്ച് എന്ന് പറയുന്നത് 10 പോയിൻറ്റ് സംതിങ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ജ്യൂസ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ജ്യൂസിൻ്റെ കോമ്പിനേഷൻ നിങ്ങളൊരു പക്ഷേ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. നമുക്കറിയാം അനാർ ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടി വളരെ നല്ലതാണെന്ന് നമുക്കറിയാം. അനാർ, മുസമ്പി, നെല്ലിക്ക ഇത് മൂന്നുമാണ് ഞാൻ എടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഷുഗറോ വെള്ളമോ ഒന്നും ചേർക്കാതെ മിക്സിക്കകത്തിട്ട് അരിച്ച് ആ ജ്യൂസ് കുടിക്കുകയാണ് ചെയ്തത്. അതങ്ങനെ 3 മാസം കണ്ടിന്യൂ ചെയ്ത് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 6 പോയിൻറ്റ് സംതിങ്ങിൽ നിന്ന് 10 പോയിൻറ്റ് സംതിങ് ആയിട്ട് ഏകദേശം ഉയർന്നു. അത് മാത്രമല്ല, ഫുഡിൽ വേറെ പലതരത്തിലുള്ള വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എൻ്റെ ന്യൂട്രീഷൻ എന്നോട് സജസ്റ്റ് ചെയ്തത് ഈ കോമ്പിനേഷൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ വേവിച്ച് അതും കൂടെ ജ്യൂസ് ചെയ്ത് ഈ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് ഈ ജ്യൂസ് വളരെ ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. എല്ലാവരുടെയും ശരീരപ്രവൃത്തിക്കും എല്ലാ ഫുഡും യോജിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ന്യൂട്രീഷനുമായിട്ടോ ഡോക്ടറുമായിട്ടോ ഒന്ന് സംസാരിച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് മാത്രം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എനിക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളായി തോന്നി. അതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ല, അല്ലാതെ തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.